അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കടോ. എന്തായി? ഞാൻ പറഞ്ഞ ആലോചിച്ചോ? ആലോചിച്ചു. നന്നായിട്ട് ആലോചിച്ചോ? എന്നിട്ട് എന്തായി തീരുമാനം? തീരുമാനം ഞാൻ പറയാം, പക്ഷേ നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ശിഷ്ടജീവിതം അടുത്ത തലമുറയുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാ ഈ പാവ അഗ്രഹാരവാസിയുടെ ആഗ്രഹം. ആഗ്രഹമൊക്കെ നല്ലതാ. അതിനിപ്പോ പൂജയുടെ വയറ്റി കിടക്കുന്ന എന്റെ കുട്ടി തന്നെ വേണമെന്നില്ലല്ലോ. ഇനി അതല്ല, അതിനെ തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ആദിയുടെ പൂജയോടെ ചോദിച്ചാൽ പോരെ. കൊല്ലാനല്ല വളർത്താനാണെങ്കിൽ അവര് വിട്ടുതരില്ലേ? അവരെന്താ ആ കുഞ്ഞിനെ വിട്ടുതരില്ലേ? തരും, തീർച്ചയായിട്ടും തരും. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു പ്രശ്നമുണ്ടത്? ഇനി ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ പൂജയ്ക്കോ ആദിക്കോ ഉണ്ടാവുന്ന അടുത്ത കുഞ്ഞിനെ നിങ്ങൾക്ക് എടുത്ത് വളർത്താലോ. അതും ചെയ്യാം. പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു ഓഫർ? നാളെ സമൂഹത്തോട് മറുപടി പറയുമ്പോൾ എന്തുകൊണ്ട് എന്നെക്കാൾ യോഗ്യനല്ല ആദി? അവനെ മകളുടെ ഭർത്താവെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി അഭിമാനം. ഇതൊന്നും തന്റെ പ്രശ്നമല്ലല്ലോ. ആണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. എന്നാലും ന്യായമായ സംശയങ്ങൾ ചോദിച്ചറിയണം, പ്രത്യേകിച്ചും ഇതൊരു കച്ചവടമാകുമ്പോൾ. അപ്പോൾ നമ്മൾ തമ്മിലുള്ള കരാർ ആദിയിൽ നിന്ന് മോചിപ്പിച്ച് പൂജയെ നിങ്ങൾ എനിക്ക് തരുന്നു. പകരം പൂജയിൽ എനിക്കുണ്ടാകാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് മാത്രമല്ലല്ലോ, നീ ചോദിക്കുന്ന കാശ് ഞാൻ തരും. എന്റെ മോളെ കൊണ്ടുപോയാൽ മാത്രം പോരല്ലോ, അവളെ പൊന്നുപോലെ നോക്കുകയും വേണ്ടേ? അപ്പൊ പിന്നെ നിനക്ക് പണം വേണ്ടേ? വാക്കല്ലേ? വാക്കാണ്. അല്ല, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ മകളെ ഞാൻ അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ ഏൽപ്പിക്കാൻ പോവാ. പകരം അവൻ എനിക്ക് ആ കുഞ്ഞിനെ വിട്ടുതരും. എന്നെ കൊണ്ട് വെറുതെ എന്തിനാ ഇങ്ങനെ ആവർത്തിപ്പിക്കുന്നേ? ശരി, സമ്മതിച്ചു. പൂജയോടുള്ള അടങ്ങാത്ത പ്രണയം കാരണം അവളെ സ്വന്തമാക്കാൻ ഷാനു ഇങ്ങനെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു എഗ്രിമെന്റിന് തയ്യാറായിരിക്കുന്നു. നല്ല കാര്യം. പക്ഷെ ഈ വന്നവൻ ഷാനു അല്ലെങ്കിലോ? നിന്നേക്കാൾ മുമ്പ് അതെനിക്കറിയാമെങ്കിലോ? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഷാനു ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആ ഫ്രോഡിനോട് ഞാൻ അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചതെങ്കിലോ? നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ഞാനൊരു വിശ്വോത്തര പൊട്ടനാണെന്നോ? ഒന്നും കാണാതെ ഞാൻ ഈ മണ്ടം കളിക്ക് ഇറങ്ങി പുറപ്പെടുന്നോ? തെറ്റി, നിനക്ക് തെറ്റിമായ ലക്ഷ്മി. അഗ്രഹാരത്തിലെ മോരും സാമ്പാറും അവിയലും തീയലും രസമൊക്കെയാണ് ഈ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ശ്രീനിവാസൻ IAS എഴുത്തു പരീക്ഷയിൽ മാത്രമല്ല, ജീവിത പരീക്ഷയിൽ 1ാം റാങ്കുകാരൻ തന്നെയാണ്. എനിക്ക് ജയിക്കണം. എവിടെ? 1ാം റാങ്ക് കൂടെ. അതിന് കൂട്ടുനിൽക്കുന്ന ഏത് ചെകുത്താനെയും ഞാൻ കൂട്ടുപിടിക്കും. അതിന് ഒറിജിനൽ ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും.
ഏതാടാ? ഡോക്ടർ ജീവൻ സ്വാമിനാഥൻ, പൂജയുടെ അമ്മാവന്റെ മകൻ. ഓ, എന്റെ സ്വന്തം ആളിയെ. അത് പറ. നീ ഒരുപാട് ഷൈൻ ചെയ്യല്ലേ? ഷൈൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ലടാ, എന്ത് ചെയ്യാനാ? ഞാൻ കുറച്ച് സുന്ദരനായി പോയി. ആളുകൾ എന്നെ വെറുതെ വിടണ്ടേ, എസ്പെഷ്യലി പെമ്പിള്ളേർ. എല്ലാ പെമ്പിളേരും നീ അങ്ങ് ഏറ്റെടുത്തോ. ഒരാളെ മാത്രം വെറുതെ വിടണം, എന്റെ പൂജയെ. നിന്റെ പൂജയോ? ഏത് വകയില്? പറഞ്ഞില്ലേ, ഞാൻ അവളുടെ മുറച്ചെറുക്കനാ. അങ്ങനെ മുറച്ചെറുക്കന്മാരെ മുറപ്പെണ്ണ് തന്നെ കല്യാണം കഴിക്കാൻ തുടങ്ങിയ ഈ നാട്ടില് വേറെ ആർക്കും പെണ്ണ് കിട്ടില്ലല്ലോടാ. വേറെ ആരുടെയും കാര്യം എനിക്ക് അറിയണ്ട. എന്റെ പെണ്ണിനെ എനിക്ക് വിട്ടു തരണം. നിന്റെ പെണ്ണോ? എടാ, അവളെന്റെ കൊച്ചിന്റെ അമ്മയാവും പോവാ. ബന്ധങ്ങളുടെ ഏത് തട്ടി വെച്ച് അളന്ന് നോക്കിയാലും ഞാൻ കഴിഞ്ഞല്ലേ നീ വരൂ, എന്റെ പുന്നാര അമ്മാവന്റെ മോനെ. ഞാൻ നിന്നെ കാത്തു നിന്നത് ലാസ്റ്റ് വാണിംഗ് തരാനാ. ഓ, എന്താണോ അത്? നീ അവളെ മറക്കണം. മുമ്പ് എപ്പോഴും ഇങ്ങനെ ഒരു അമ്മാവന്റെ മകനെ കുറിച്ച് അവള് പറഞ്ഞ് എനിക്കറിയാം. പക്ഷേ അവനൊരു മുഴുവട്ടനാണെന്ന് അവളെന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. നീ വിഷയമൊന്നും മാറ്റണ്ട. എത്രയും പെട്ടെന്ന് നീ സ്ഥലം കാലിയാക്കുന്നതാ നിനക്ക് നല്ലത്. എന്റെ പൊന്നളി, നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? കൊതുമ്പ് വെള്ളവും കൊണ്ട് INS വിക്രാന്തിനോട് ഉറസാൻ വരല്ലേ മോനെ. പോകുന്ന വഴി കാണില്ല നീ. എന്റെ കയ്യിലുള്ളത് കൊതുമ്പ് വെള്ളമാണോ അതോ ടൈറ്റാനിക് ആണോന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും കാണാതെ ജീവൻ കളത്തിൽ ഇറങ്ങില്ല. എടാ, മുങ്ങിപ്പോയ കപ്പലിന്റെ പേര് പറഞ്ഞ് കളിക്കാത്ത വഴി മാറടാ. മാറിയില്ലെങ്കിൽ മുട്ടുകാലി കെറ്റി കൊന്നുകളയും ഞാൻ. ഇതിവിടം കൊണ്ട് തീർന്നെന്ന് വിചാരിക്കണ്ട നീ. ഞാനുണ്ടാവും നിന്റെ പിന്നാലെ. കഴുകനെ പോലെ അവസരം വരുമ്പോ നിന്നെയും റാഞ്ചിക്കൊണ്ട് പറക്കാൻ. ഓടാ. ഓ